നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവരൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള വല്ലാത്തൊരു അറിവുണ്ടാകുന്നു. കൂടാതെ എൻ്റെ കൂടെ നിൽക്കാൻ ഒരു ചേച്ചിയുണ്ട്, ആരെങ്കിലും ഒരാളുണ്ടാവും. ഇപ്പം അംഗൻവാടി ചേച്ചി ആയിരിക്കാം, അല്ലെങ്കിൽ ആശയെന്ന് വരുന്ന ചേച്ചി ആയിരിക്കാം, അപ്പോൾ അത് ഹെൽത്തിൽ നിന്ന് വരുന്ന ആൾ. ഇപ്പം LSGDയിൽ നിന്നാണ് കുടുംബശ്രീയിലെ ചേച്ചിമാർ. ആ കൂട്ടായ്മകൾ നമുക്ക് ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കൂട്ടായ്മയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒരുപാട് സർക്കാർ സംവിധാനങ്ങളിലൂടെയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്നും അവരെല്ലാവരും ഇവിടെ വന്നാൽ കേരള മോഡൽ പഠിക്കാൻ അവർക്ക് ഇഷ്ടം തന്നെയാണ്. ഇന്ത്യയിലെ ഈ സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കുക എന്നുള്ളത് ഒരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. അങ്ങനെ തോന്നിയിട്ടില്ലേ മാഡം? അപ്പോൾ അതിന് എന്താണ് മാഡം വിലയിരുത്തുന്നത്? എപ്പോഴും പണ്ടത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ഇപ്പം നമുക്കറിയാം സൗജന്യ നിയമസഹായം. ഇപ്പം ഒരു പ്രതിക്ക് പോലും ആണെങ്കിൽ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലൂടെ ഒരു പ്രതിക്ക് വരെ സൗജന്യ നിയമസഹായം നൽകുന്ന സംവിധാനങ്ങൾ ഒരു ഡിഫൻസ് കൗൺസിലിന്റെ ഒരു പാനൽ തന്നെ എല്ലാ ജില്ലകളിലും രൂപീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം മറിച്ച് പരാതിപ്പെടുന്നവർക്കാണ് വേണ്ടതെങ്കിൽ അവർക്കുമാണെങ്കിലും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, താലൂക്ക് ലെവൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികളുണ്ട്. ഇപ്പം അവർക്ക് സൗജന്യ നിയമസഹായം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഹൈക്കോടതിയിലാണെങ്കിൽ വിക്ടിം റൈറ്റ്സ് സെന്റർ VRC എന്ന പേരിൽ വിക്ടിം റൈറ്റ്സ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ രൂപീകരിച്ചിട്ടുണ്ട്. അത് വക്കീൽമാർ തന്നെയാണ്. അപ്പം അതിജീവിതരായവർക്കാണെങ്കിൽ അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഈ വിക്ടിം റൈറ്റ്സ് സെന്ററിലൂടെ കിട്ടും. ലീഗൽ സർവീസ് അതോറിറ്റിയിലൂടെ സൗജന്യമാണ്, നിയമസഹായം മുഴുവനും സൗജന്യമാണ്. അപ്പം നേരത്തെ പറഞ്ഞു ഗാർഹികാതിക്രമങ്ങളാണെങ്കിൽ അവർക്കൊരു 77 സർവീസ് പ്രൊവൈഡേഴ്സാണ് നമുക്ക് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത്. സൗജന്യമായിട്ടാണ് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പോയിട്ട് പരാതി നൽകാനുള്ള സംവിധാനങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 14 ജില്ലകളിലും വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്. ഗാർഹിക പീഡനങ്ങൾ പരാതിപ്പെടാനും അവരിൽ നിന്നും ഒരു വക്കീലിലൂടെ അവർക്ക് സൗജന്യമായിട്ടുള്ള നിയമസഹായം. അപ്പം ഇപ്പം അവർക്കൊരു നിയമം എന്നുള്ളത് സൗജന്യമായിട്ട് പലയിടത്തും അവർക്ക് കിട്ടും. പണ്ട് സൗജന്യമായിട്ട് കിട്ടുന്നത് അത് അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നവർ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്ന നിബന്ധനയുണ്ട്. അപ്പം അതിലും അവർക്ക് വളരെ നല്ല ഇത് തന്നെയാണ് സൗജന്യമായിട്ട് കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും. അറിയാമോ ഈ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് വന്ന് ചോദിക്കാൻ ഉള്ള ഇതുണ്ട്. എല്ലാവർക്കും ഈസിലി ആക്സസ് ആണ്. പിന്നെ ഇതെല്ലാം വെബ്സൈറ്റിലും ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് എടുത്തു നോക്കിയാൽ അതിൽ അവൈലബിൾ ആണ്. പക്ഷെ പലപ്പോഴും ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ അവബോധം ഇല്ലായ്മ ഉണ്ടാകാം. അങ്ങനെയാണ് ചിലപ്പം അവർ പോയിട്ട് ഹൈലി പെയ്ഡും അതുകൊണ്ട് ആരുടെയും ഏതൊരു വക്കീലിന്റെയും ഇതിനെ അവരുടെ ഒരു പ്രൊഫഷണൽ ഇതാക്കുകയല്ല, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്തണ്ട എന്നുള്ളതല്ല. സൗജന്യമായിട്ട് ആവശ്യം വളരെയധികം ദാരിദ്ര്യത്തിലൊക്കെ നിൽക്കുന്നവർക്ക് സൗജന്യമായിട്ട് ലഭിക്കണമെങ്കിൽ ഇത്രയും സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ശരിക്കും അതിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? ആവശ്യം വരുമ്പോൾ ഇങ്ങനെ സൗജന്യമായിട്ടുള്ള അറിഞ്ഞിരിക്കണം. മാഡം, ഈ പൊതുസമൂഹത്തിന് ലഭിക്കേണ്ട നിയമപരിജ്ഞാനത്തിന്റെ ഒരു അഭാവമാണ് ഈ പല പ്രശ്നങ്ങൾ, സാമൂഹ്യ നീതി നിഷേധങ്ങൾക്കൊക്കെ കാരണം തോന്നിയിട്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സമൂഹത്തിലേക്ക് ഈ നിയമപരിജ്ഞാനം എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക? എങ്ങനെയാണ് മാഡത്തിന്റെ അഭിപ്രായം? ഈ നിയമപരിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ വകുപ്പുകളും LSGD ആണെങ്കിൽ എല്ലാ വകുപ്പുകളും അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുടുംബശ്രീയിലൂടെ LSGDയിലാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടുംബശ്രീയിലൂടെ നിയമപരിജ്ഞാനം കൊടുക്കുന്നതിനായിട്ട് ഒരു ലീഗൽ ഇത് ചെയ്യുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർക്ക് ഇപ്പം കമ്മ്യൂണിറ്റിയിലേക്ക് കമ്മ്യൂണിറ്റി പോലീസിങ് അവർക്കുണ്ട്. കമ്മ്യൂണിറ്റിയിലേക്കുള്ള പോലീസിങ് അതിലൂടെ അവർ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ഇത് ക്ലാസ് ആണെന്നറിയുമ്പം എൻ്റെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞ് ഞാൻ ഇത്തരത്തിലുള്ള ക്ലാസ്സിന് ഇരിക്കണം, ആ ചിന്താഗതി ആളുകൾക്ക് മാറണം. കാരണം എനിക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രമല്ല ഞാൻ പഠിക്കേണ്ടത്. എപ്പോഴും ഞാൻ എൻ്റെ നാട്ടിലെ നിയമം എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ടാവുക എന്നുള്ളത് എപ്പോഴും ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനത്തെ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനൊക്കെ ആക്റ്റീവാണ്, വളരെ ആക്റ്റീവാണ്. നമ്മളുടെ സംസ്ഥാനത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ റെസിഡൻസ് അസോസിയേഷനൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ ക്ലാസ്സുകൾ വെക്കാറുണ്ട്. പക്ഷെ ഒരു നിയമ ക്ലാസ് എന്ന് നോക്കുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ 4-5 ആളോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്കിത് അറിയണം എന്നുള്ള അത് എൻ്റെയും കൂടി ഒരു ആവശ്യകതയാണ് എന്നുള്ളത് ജനവും കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. മുന്നോട്ട് വരണം, ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് വരണം.
എപ്പോഴും ഇപ്പൊ സ്കൂളിൽ നമുക്കറിയാം ഒരു PTA വിളിച്ചു കഴിഞ്ഞാൽ എത്ര പേര് പോകുന്നു. എൻ്റെ കുട്ടിയെ ടീച്ചറല്ല നോക്കേണ്ടത്, ആദ്യം ഞാനാണ് നോക്കേണ്ടത് എന്നുള്ള ബോധം മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെയാണ് ഇതെല്ലാം. നിയമത്തിന്റെ ക്ലാസ്സും ഒക്കെ എടുക്കുന്നതിൻ്റെയും അത് തന്നെയാണ്. 2008 മുതൽ 2020 വരെയുള്ള 12 വർഷക്കാലം മാഡം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടും പിന്നെ ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷന്റെ മെമ്പറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാലം കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് എന്നുള്ള വ്യക്തി നിലയിൽ മാഡത്തിന് കുട്ടികൾ നേരിടുന്ന പ്രധാന നീതി നിഷേധങ്ങൾ എന്തൊക്കെയാണെന്ന് തോന്നിയിട്ടുള്ളത്? കുട്ടികൾ പ്രധാന നീതി നിഷേധം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓരോ കുട്ടിയുടെയും നിഷേധിക്കപ്പെടുന്ന നീതി വ്യത്യസ്തമായിരിക്കും. അത് ആ കുട്ടിയുടെ സാഹചര്യങ്ങളനുസരിച്ചിട്ടായിരിക്കും. ഞാൻ 2008-2009 കാലഘട്ടത്തിലാണ് CWCയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വരുന്നത്. അത് അന്ന് കേരളത്തിൽ 14 ജില്ലകളുണ്ട്. അന്ന് കോഴിക്കോടിൻ്റെത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ കോഴിക്കോട്. അത് കഴിഞ്ഞ് 2017-ലാണ് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ മെമ്പറായിട്ട് പോകുന്നത് 20 വരെ. ഇപ്പം ഈ കാലഘട്ടത്തിൽ മുഴുവനും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യം, കേരളത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അത് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് കോവിഡും പ്രീ കോവിഡും അത് ശരിക്കും കാണാൻ സാധിക്കും. ഇതിന് മുമ്പുണ്ടായിരുന്ന കോവിഡിന് മുമ്പാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് എപ്പോഴും അവരുടെ നിഷേധങ്ങളൊക്കെ വളരെ ചെറുത്. ഇപ്പോൾ പോക്സോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ ഉണ്ട്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മറ്റത് അവരൊക്കെ വരിക ഒന്ന് ടീച്ചർ അടിച്ചു, ഇങ്ങനത്തെ ഇഷ്യൂസ് ആയിരുന്നു. ടീച്ചറുടെ ഒരു അടി, അല്ലെങ്കിൽ അവരുടെ വേറെ കളിക്കാനുള്ള സ്ഥലമില്ല, കളിസ്ഥലമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ചിലപ്പം ചില കുട്ടികൾ ഇപ്പം നമ്മൾ ചില ഏരിയാസിലേക്ക് ചെല്ലുമ്പം നമ്മൾ അതായത് പറഞ്ഞത് ഓരോ ഏരിയ അനുസരിച്ചിട്ട് വ്യത്യാസമായിരിക്കും. ചിലർക്ക് വിദ്യാഭ്യാസം തന്നെ നിഷേധിച്ചിട്ടുള്ള അവസ്ഥ. കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുള്ള, നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ കാണരുത്. ഇപ്പം ചൈൽഡ് മാരേജ് ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ശൈശവ വിവാഹം ഒക്കെ ചില ജില്ലകളിൽ അറിയാം. ഇപ്പോഴും ചില ജില്ലകളെന്നല്ല, നമ്മുടെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സ്റ്റഡി കേരളത്തിലെ 14 ജില്ലകളിലും എടുത്തു നോക്കിയാൽ ഒരു ചെറിയ ശതമാനത്തോളം ഒക്കെ നടക്കുന്നുണ്ട്, ശൈശവ വിവാഹങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും ശൈശവ വിവാഹം നിരോധിച്ചിട്ട് നിയമമൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ അല്ലെങ്കിൽ രാജ്യമാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇൻഡെക്സിലൊക്കെ ഉണ്ട്, ശൈശവ വിവാഹമില്ല. ആ കുട്ടിയുടെയും ഒക്കെ ഒരു അവകാശം, വിദ്യാഭ്യാസ അവകാശം തന്നെയാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. 14 വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ അവകാശമെങ്കിലും അത് കഴിഞ്ഞാലും കുട്ടിയുടെ അവകാശം തന്നെയാണ് പഠിക്കുക എന്നുള്ളത്. അവിടെയും അത് നിഷേധിക്കപ്പെടുന്നു. ഇപ്പം ഒരു ശൈശവ വിവാഹത്തെ തുടർന്നിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസ നിഷേധം ഉണ്ടാകുന്നത്. ഇത് കൂടാതെ നമ്മളുടെ ചില കോസ്റ്റൽ ഏരിയാസിൽ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് അവിടെ പല തലത്തിലുള്ള അവസ്ഥകൾ വരുമ്പം, വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ആ കുട്ടി ചെറിയ ജോലികൾക്ക് പോകുന്ന ഒരു ചെറിയ അവസ്ഥ, ഫുൾ ടൈം അല്ല, ഒരു ചെറിയ കാലത്തേക്ക്, ആ സമയത്ത് കുട്ടിക്ക് വിദ്യാഭ്യാസം അവിടെ നിഷേധിക്കപ്പെടുന്നു. അതേപോലെ ട്രൈബൽ മേഖലയിൽ ഇപ്പം അടയ്ക്ക പറിക്കാൻ, ഇതൊക്കെയാണ് ഒരു ഇതുണ്ടാവും, ചെറിയ ഉദാഹരണങ്ങളായിട്ടൊക്കെയാണ് പറയുന്നത്. അതിനൊക്കെ അവർ പോകുമ്പം അപ്പോഴും ആ ഒരു സമയത്ത് അവരുടെ വിദ്യാഭ്യാസം, അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ആ സമയത്ത്. ഇതൊന്നും ചെറിയ പ്രശ്നങ്ങളല്ല കേട്ടോ, ശരിക്കും എടുത്തു നോക്കിക്കഴിയുമ്പോൾ ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഇത് കഴിഞ്ഞൊരു കോവിഡ്, അന്നും ഇതിനു മുമ്പുമുണ്ട്, കോവിഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ അഡിക്ഷൻ, മാനസികാരോഗ്യം, കുട്ടികളുടെ ഇടയിലുള്ള സൂയിസൈഡ്സ്, ഇതൊക്കെ കൂടാൻ തുടങ്ങി. അപ്പം ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോവാൻ, ഫ്രണ്ട്ഷിപ്പ് ഇല്ല, വീട്ടിലുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ. പണ്ട് നമ്മൾ പറയും പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ മനസ്സിലേക്ക്, ഞാൻ എപ്പോഴും പോയി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ചോദിക്കും പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇവർ പറയും TV ആയിട്ട് അത് കണക്റ്റഡ് ആണ്. പണ്ടത് സീരിയലുമായിട്ടായിരുന്നു ഈ പ്രൈം ടൈം കണക്റ്റഡ്. സീരിയൽസ്, ഞാൻ സീരിയൽസിനെ ഒന്നും മോശമാക്കിയിട്ടുമൊന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ പ്രൈം ടൈം എന്നുള്ളത് വീടുകളിൽ പലപ്പോഴും ആ പ്രൈം ടൈം ഒരു കാലഘട്ടത്തിൽ ഈ സീരിയലുകൾ കൈയടക്കിയെങ്കിൽ ഇപ്പോൾ അത് മൊബൈലുകൾ കൈയടക്കി. ആരും ഇല്ല, കുട്ടികളുടെ കാര്യങ്ങൾ ഈ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത്, നമ്മൾ 1 മിനിറ്റിനോ 2 മിനിറ്റിനോ ഇരുന്നിട്ടുള്ള ഈ തോണ്ടി പോകുന്നത് ഇറ്റ് ഗോസ് 2 hours 3 hours ഒന്നും പോണത് ആളുകൾ അറിയുന്നില്ല. അതേസമയം എന്നെ ഒന്ന് നോക്കൂ എന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ടാവും. ആ കുഞ്ഞിനെ നോക്കാനുള്ള സമയം ആർക്കുമില്ല. കുട്ടിയുടെ ലോൺലിനെസ്, ഇതെല്ലാം കുട്ടിയുടെ മാനസികാരോഗ്യത്തെ വല്ലാതെ ബാധിച്ചു.
അത് ഈ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതിന് ആ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് നൽകുക എന്നുള്ളത്, അതൊരു കൗൺസിലിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പലപ്പോഴും അതിൻ്റെ ഒരു സ്റ്റിഗ്മ ഉണ്ട് ഇപ്പോഴും ആൾക്കാർക്ക്. ആ ഒരു സ്റ്റിഗ്മ, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ തലയ്ക്കകത്ത് ഒരു ചരട് കെട്ടിപ്പോയതാണ്, ആ കെട്ട് അഴിക്കാവുന്ന, വളരെ ലാഘവത്തോടെ അഴിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു കൗൺസിലിംഗ് അത് കൊണ്ടുപോകാൻ തയ്യാറാകാതിരിക്കുക. കുട്ടി എനിക്കൊരു കൗൺസിലിംഗ് വേണമെന്ന് പറയുമ്പോൾ അയ്യോ നിനക്ക് മാനസിക പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുത്തുക. മാനസിക പ്രശ്നമല്ല, മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു കുട്ടി അനുഭവിക്കുന്ന ഒരു എന്തോ ഒരു ട്രോമയല്ല, ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു ചെറിയ അസ്വസ്ഥതയാണ്. അതൊരു പനി പോലെ കാണാനോ അല്ലെങ്കിൽ ഒരു ചുമ പോലെ കാണാനോ അല്ലെങ്കിൽ ഒരു കാലിനുണ്ടാവുന്ന ഒരു ഇച്ചിങ് പോലെ കാണാനോ, അതുപോലും എനിക്ക് തോന്നുന്നു നമുക്ക് പണ്ട് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പറയാൻ മടിയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അതിനുപോലും മടിയില്ല, പക്ഷേ കൗൺസിലിംഗ് മടിയാണ്. ശരി, അങ്ങനെ തന്നെയല്ല കാണുന്നത്, എന്തോ മാനസിക പ്രശ്നം വരുന്നത്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. അത് പൊതുജനങ്ങൾ, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിൽ ഇപ്പം നമ്മൾ സാമൂഹ്യ നീതിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും, സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഇപ്പോൾ ആത്മഹത്യ റേറ്റിൽ കൂടുതൽ. ഈ ഒരു മാനസിക അസ്വാസ്ഥ്യം അത് ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ അറിയാതെ അതെനിക്ക് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അതിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിന് പോയ ഒരാളെ ഒരു മനോരോഗി എന്ന് പോലെ കാണുന്ന ഒരു അവസ്ഥ, ഇതെല്ലാം നമ്മളിൽ മാറേണ്ടതുണ്ട്. അത് സമൂഹം മാറിയേ മതിയാവൂ. എങ്കിൽ മാത്രമേ, ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത്രയും കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ 2008 തൊട്ട് 2020 വരെയാണ് ഞാൻ ഇതിലിരുന്നത്. പക്ഷെ അതിനൊന്നും ഒരു ബ്രേക്ക് ഇല്ലാതെ ഇപ്പോഴും ഞാൻ ഈ ഒരു മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും കണ്ടിട്ടുള്ളത്. അതിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് കൂടാതെയാണ് ഡ്രഗ്സ്, ഈ ഒരു ഡ്രഗ്സിൻ്റെ കടന്നുവരവ്. കോവിഡിന് ശേഷമാണ് അത് വല്ലാതെ, അത് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഗ്രാഫ് ഇല്ല എന്നല്ല പറയുന്നത്, ഒരു ഗ്രാഫ് ഇങ്ങനെ വന്നിരുന്നു. ആ ഗ്രാഫിന് വല്ലാത്തൊരു ബൂം വന്നത് പണ്ടുണ്ടായിരുന്ന ഡ്രഗ്സ് അല്ല, പണ്ടുണ്ടായിരുന്ന മദ്യപാനവുമല്ല. ഇപ്പൊ പലപ്പോഴും പലരെയും ഐഡന്റിഫൈ ചെയ്യാൻ പോലും ഇതൊക്കെ സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ടെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പം നമ്മൾ പോലും അൺഅവെയറാണ് നമ്മുടെ ചുറ്റുമുള്ള സബ്സ്റ്റൻസിനെ സംബന്ധിച്ച്. അതെ, ഈ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് സമൂഹത്തിന് അവബോധം ഉണ്ടാക്കുന്നതിനായിട്ടാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഇതൊക്കെ തുടങ്ങിയത്. ഇതിൻ്റെ ഒരു പ്രവർത്തന രീതികളെ കുറിച്ച് മാഡത്തിനൊന്ന് പറയാമോ? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വന്നത് നമ്മളുടെ ബാലനീതി നിയമമുണ്ട്, 2000 ബാലനീതി നിയമം. UNCRC ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ അവകാശ ഉടമ്പടി. അത് ഇന്ത്യ ഒപ്പുവെച്ചു. 89 വന്നത്, 92 ഇന്ത്യ ഒപ്പുവെച്ചു. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ മാറ്റേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2000 നേരത്തെ നിന്നിരുന്ന ബാലനീതി നിയമത്തെ മാറ്റി 2000 ബാലനീതി നിയമം വന്നു. അതിലാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. അത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ജില്ലയിലും വരുന്ന കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റികളുടെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വീടില്ലാത്ത കുട്ടികൾ, സ്ട്രീറ്റ്സിലായി പോയ കുട്ടികൾ, വീട്ടിൽ നിന്ന് മിസ്സായ കുട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് വീട്ടിൽ നിന്ന് വേർപെട്ടു പോയ കുട്ടികൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടികൾ, അച്ഛനും അമ്മയ്ക്കും നോക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അമ്മ നോക്കാൻ സാധിക്കാതെ സറണ്ടർ ചെയ്യുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ സെക്ഷലി അബ്യൂസ് ആകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, പിന്നെ ചിലപ്പം സ്പെഷ്യൽ നീഡ്സ് കുട്ടികളായിരിക്കാം, പേരൻസ് ഇൻകപ്പാസിറ്റേറ്റഡ് ആയിരിക്കാം, കുട്ടികളെ നോക്കാനുള്ള കഴിവ് പേരൻസിന് ഉണ്ടാവില്ല, അത്തരത്തിലുള്ള കുട്ടികൾ. ഇങ്ങനെയുള്ള കുറേ നിർവചനം നമ്മുടെ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. 214 സെക്ഷൻ 214 ഈ നിർവചനം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു റീഹാബിലിറ്റേഷനാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. അത് ഈ നിയമത്തിൻ്റെ കീഴിൽ വന്നിട്ടുള്ള കമ്മിറ്റിയാണ്. അതൊരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ പവറൊക്കെ ഉള്ള ഒരു കമ്മിറ്റിയാണ്. എന്നിരുന്നാലും ആ പവറിനെക്കാട്ടിലുമൊക്കെ ഉപരി അവർ ചെയ്യേണ്ടത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഉറപ്പാക്കുക, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അങ്ങനത്തെ കുട്ടികളെ പണ്ടൊക്കെ നമ്മൾ കണ്ടാൽ കുട്ടി കുറച്ച് വികൃതിയാണ്, വീട്ടിൽ നേരെ കൊണ്ടുപോവുക, ഒരു ശിശു സംരക്ഷണ സ്ഥാപനത്തിലാക്കുക, അതായിരുന്നു ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അതല്ല, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഓരോ കുട്ടിയും നോക്കേണ്ടത്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവരുടെ സമൂഹത്തിലേക്ക് അധിവസിപ്പിക്കുക എന്നുള്ളതാണ് കമ്മിറ്റികളുടെ. അപ്പം സ്ഥാപനം എന്നുള്ളത് എന്നും അവസാനത്തെ ഒരു അത്താണിയായിട്ട് കാണണം എന്നും പറയുന്നുണ്ട്.
ഇനി ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനിലേക്ക് വരികയാണെങ്കിലും അതും ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ളതാണ്. കേരളത്തിൽ ഒരു കമ്മീഷനാണുള്ളത്. അതിൽ 6 അംഗങ്ങളാണ് ഉണ്ടാവുക. 6 അംഗങ്ങളിലും ഒരു ചെയർപേഴ്സണും ഉണ്ടാകും. അപ്പോൾ ഈ 6 അംഗങ്ങൾക്കും കൂടിയിട്ടായിട്ട് കേരളത്തിലെ സംസ്ഥാനങ്ങളിലുള്ള കുറേ ജില്ലകളായിരിക്കും നമുക്ക് തരിക. അവിടെ നമ്മൾ കമ്മീഷനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇതിൻ്റെ അവെയർനെസ് ബിൽഡ് ചെയ്യുന്നതിലും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, അവെയർനെസ് സംഘടിപ്പിക്കുക, പിന്നെ ആക്ടുകളുടെ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചിട്ട് ഉറപ്പുവരുത്തുക. പോക്സോ ആകട്ടെ, ബാലനീതി നിയമമാകട്ടെ, ഇതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതും ഒക്കെ ഉത്തരവാദിത്വം ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ്റേതാണ്. മാഡം 2009 മുതൽ 2017 വരെ കേരള വനിതാ കമ്മീഷന്റെ ലീഗൽ എക്സ്പേർട്ട് ആയി പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വനിതാ കമ്മീഷനിൽ പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്നും കേരളത്തിലെ സ്ത്രീകൾ പൊതുവെ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? സ്ത്രീകൾ അനുഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്രിയാർക്കി തന്നെയാണ്. പലപ്പോഴും ഈ പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന അതൊന്നും പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വരാനൊന്നും പറ്റില്ല. അത് കുറേ കാലങ്ങളായിട്ട്, എത്രയോ കാലഘട്ടങ്ങളായിട്ട് ഇങ്ങനെ ആളുകളിലേക്ക് സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നിട്ടുള്ള ഇതാണ്. അപ്പം അങ്ങനത്തെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഭാര്യയെ ഒന്നും അടിച്ചാൽ പ്രശ്നമില്ല, എനിക്കൊന്ന് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ ആ സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം അവരുടെ കംപ്ലയിൻസും ഒക്കെ നമ്മളുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പം കമ്മീഷൻ്റെ സിറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ ആവശ്യകത. ഓരോ ജില്ലയിലും ഇരിക്കുമ്പോൾ, നമ്മളിപ്പോൾ നോർത്തേൺ ജില്ലകളിലാണ് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പോകാറുള്ളത്. അപ്പം ഈ ഗാർഹിക അതിക്രമങ്ങൾ ഇപ്പം അത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു എൻ്റെ ഒരു അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാറില്ല. പിന്നെ ഈ സ്ത്രീകളെ ജീവിച്ചു അപ്പം എല്ലായിടത്തും നമുക്കറിയാം, ഇപ്പം ഡൗറിയിലൊക്കെ തന്നെ ഡൗറിയൊക്കെ പ്രോഹിബിറ്റ് ചെയ്തിട്ടും ഏറ്റവും നീചമായ ഒരു സാധനം തന്നെയാണ് ഈ ഡൗറി എന്നുള്ളത്. എന്നിരുന്നാലും ഇപ്പോഴും എൻ്റെ മകളുടെ കല്യാണം എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും സ്വപ്നം കാണുന്നതും ഒക്കെ ആർഭാടം. എത്ര ആർഭാടമാക്കാൻ പറ്റുമോ? പണ്ട് വെറും ഒരു വിവാഹം അതിന്റെ തലേ ദിവസം എന്നിരുന്നിരുന്നത് ഇപ്പം 4, 5, 6 നമ്മള് എഡ്യൂക്കേറ്റഡ് ആയി ഒരുപാട് മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മളത് വളരെ ഇതാക്കിയിട്ട്, അതാ ഞാൻ പറഞ്ഞത്, ഈ പ്രൈം ടൈം തന്നെയാണ് അതിനെയും കൊണ്ടുപോയത്. കാരണം ഇതിനൊക്കെ കണക്ഷൻസ് ഉണ്ട്. നമ്മൾ എടുത്തു നോക്കി ഈ പ്രൈം ടൈമിൽ നമ്മളെ സീരിയൽസ് ഒന്നും പണ്ടത്തെ സീരിയൽസ് അല്ല ഇപ്പോഴത്തെ എല്ലാം നോർത്ത് ഇന്ത്യയിലുള്ള സീരിയലിനെ ഡബ് ചെയ്തിട്ടാണ്, ഡബ്ഡ് എന്നല്ല അവിടുത്തെ വേർഷൻ, ആ സെയിം സ്റ്റോറി എടുത്തിട്ട് ഇവിടെ. അപ്പൊ അതിലുള്ള ഏറ്റവും ആർഭാടമായ സാധനം ഇവിടെ കാണിക്കുന്നു. അതെങ്ങനെ എൻ്റെ വീട്ടിൽ പ്രാവർത്തികമാക്കാം എന്നുള്ള ശ്രമമാണ്. അവിടെയാണ് ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിനൊന്നും ഒരു ഇതില്ലാതെ. ഈ കമ്മീഷനിലിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഇതാണ്. സ്ത്രീകൾക്ക് എതിരെ ഒരുപാട് നിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ തരത്തിലുള്ള ഫോൾസ് കംപ്ലയിൻസും ഇടയ്ക്ക് വരും. അപ്പം അതിനെ വല്ലാതെ ആൾക്കാർക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. അതിനെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇതാക്കി കാണിക്കുമ്പോൾ മറ്റതെല്ലാം താഴ്ത്തോട്ട് പോകും. അപ്പം ഓരോ സ്ത്രീയോടും പറയാനുള്ളത്, ഒരു കാരണവശാലും ഒരു തരത്തിലുമുള്ള, അത് തൊഴിലിടത്താകട്ടെ, വീടുകളിലാകട്ടെ, പൊതു ഇടങ്ങളിലാകട്ടെ, എവിടെയായാലും വെറുതെ ഒരു പരാതി നൽകരുത്. അത് ജെന്യുവനായ പരാതികളെ വളരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലേക്കായി മാറുന്നു. അർഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പരിഗണന കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കമ്മീഷന്റെ ഇതിലെന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഹിയറിങ്ങിന് വിളിക്കുന്നു. ആ ഹിയറിങ്സിനെ വിളിച്ച് എങ്ങനെയാണ് അത് അവർക്ക് വേണ്ട നിയമസഹായങ്ങളാണെങ്കിൽ അത് അവരിൽ നിന്ന് കൊടുക്കുന്നു. ഇതിനൊരു ജുഡീഷ്യൽ പവർ ഒന്നുമില്ല, വെറും റെക്കമെൻഡേറ്ററി പവേഴ്സാണ്. എല്ലാ കമ്മീഷനും ഒരു റെക്കമെൻഡേറ്ററി പവേഴ്സാണ്. അതൊരു ജുഡീഷ്യൽ ബോഡിയല്ല. നേരത്തെ പറഞ്ഞു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു ജുഡീഷ്യൽ ബോഡിയാണ്. പക്ഷെ ഇതൊരു ജുഡീഷ്യൽ ബോഡിയല്ല, ഇതിന് റെക്കമെൻഡേറ്ററി പവേഴ്സാണ്. ഇതിനെ റെക്കമെൻഡ് ചെയ്യാനാണ് സാധിക്കുക. ഇപ്പം ചോദിച്ചു കമ്മീഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത് എന്തെല്ലാമാണ് എന്നുള്ളത്. അതിൽ മെയിനായിട്ടും നമ്മുടെ അടുത്ത് വരുന്ന കംപ്ലയിൻസിൽ അധികം ഉണ്ടാകുന്നത് ഒരു വലിയ 75 to 80% ഉണ്ടാകുന്ന ഗാർഹിക അതിക്രമങ്ങൾ ഉണ്ടാകും. കുറച്ച് റേപ്പ് പോലുള്ളത് ഉണ്ടാകും. ചിലത് തൊഴിലിടങ്ങളിലെ അതിക്രമങ്ങൾ ഉണ്ടാകാം. ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല അതിക്രമങ്ങളും ഉണ്ടാകാം. ഇത്തരത്തിലുള്ള പരാതികളാണ് അവിടെ വരാറുള്ളത്. സ്ത്രീകൾക്ക് നേരിട്ട് വന്നിട്ട് പരാതി പറയാൻ പറ്റുമോ? നേരിട്ടിട്ട് പരാതി അയച്ചാൽ മതി, കമ്മീഷനിലേക്ക് അയച്ചാൽ മതി. അത് വെബ്സൈറ്റിലേക്ക് അയച്ചാൽ മാത്രം മതി. എങ്ങനെയാണ് കമ്മീഷൻ അവർക്കൊരു പിന്തുണ നൽകുന്നത്? എങ്ങനെയാണ് ഈ പരാതിപ്പെടുന്ന സ്ത്രീക്ക് ഇപ്പം അടുത്ത സിറ്റിങ്ങിലേക്ക് അവരെ വിളിക്കും. അവരെ വിളിച്ചിട്ട് അവരെ പൂർണ്ണമായിട്ടും കേൾക്കും.
അതിൽ വേണ്ട കോൺഫിഡൻഷ്യാലിറ്റി, സ്വകാര്യത എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും, കോൺഫിഡൻഷ്യലായിട്ട് അത് കേൾക്കുന്നു. അവർക്ക് എന്ത് സഹായമാണ് ആവശ്യം അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. എന്നിട്ട് അത്തരത്തിലുള്ള സഹായം എവിടെ നിന്ന് ലഭ്യമാകും അത് നൽകാൻ നോക്കും. കൂടാതെ ഇപ്പം നിയമസഹായമാണെങ്കിൽ നിയമസഹായം അവർക്ക് നൽകും, സൗജന്യ നിയമസഹായം അവർക്ക് നൽകും. പല കേസുകളിലും റെസ്പോണ്ടൻറ്റിനെയും കൂടി വിളിപ്പിക്കും. ഇനിയിപ്പം സെറ്റിലായി പോകുമെങ്കിൽ, സംസാരിച്ച് സെറ്റിലായി പോകാവുന്ന സാധ്യതയുള്ളതാണെങ്കിൽ അതങ്ങനെ, ഇല്ല ഇനി അവർ കോടതി വ്യവഹാരത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് മെക്കാനിസവും കമ്മീഷൻ നൽകും. ഇനി കമ്മീഷൻ അതെല്ലാം രണ്ട് ഭാഗവും കേട്ടിട്ട് അതിൽ ഉത്തരവുകളും എഴുതും. ഉത്തരവെന്ന് പറഞ്ഞാൽ അത് റെക്കമെൻഡേഷൻ ആണ്. റെക്കമെൻഡേറ്ററി പവർ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ ഒരിക്കലും ഒരു കമ്മീഷനും സാധിക്കില്ല. വെച്ചാൽ ബാലാവകാശ കമ്മീഷനും പറ്റില്ല, മറ്റേ വിമൻസ് കമ്മീഷനും പറ്റില്ല. മാഡം ഇപ്പോൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണല്ലോ നിർഭയയിലെ, അപ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നിർഭയന്റെ? നിർഭയ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പോളിസിയാണ്. 2012 മാർച്ച് മാസത്തിലാണ് കേരളത്തിൽ നിർഭയ പോളിസി നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ നിർഭയ സംഭവം ഉണ്ടാകുന്നത് 2012 ഡിസംബറിലാണ്. അതിൻ്റെ മുമ്പേ തന്നെ കേരള സംസ്ഥാനം നിർഭയ പോളിസി, അതിന്റെ പേര് അന്നേ നിർഭയ പോളിസിയാണ്. രണ്ടു പേർക്കും ഒരേ ആളാണ് പേര് കൊടുത്തത്. അതാണ് സുനിത കൃഷ്ണൻ മാം ആണ് നമ്മൾക്ക് വേണ്ടി. സുനിത കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രജ്വല എന്ന NGO എല്ലാം നടത്തുന്ന ആക്ടിവിസ്റ്റ് ആണ് നമ്മളുടെ നിർഭയ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആ മാഡം തന്നെയാണ് നമ്മുടെ നിർഭയ പോളിസിക്ക് 2012 മാർച്ച് മാസം 13-ാം തീയതിയാണ് നമ്മളുടെ പോളിസി നിലവിൽ വരുന്നത്. വെച്ചാൽ പോക്സോ ആക്ടും ഒക്കെ നിലവിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ കേരള സംസ്ഥാനത്ത് നിർഭയ പോളിസി വന്നിട്ടുണ്ട്. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമം, കൂടാതെ സ്ത്രീകളുടെ ട്രാഫിക്കിംഗ്, നമുക്കറിയാം മനുഷ്യക്കടത്ത്, അത്തരം കടത്ത്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ ഉള്ള നിയമനിർമ്മാണങ്ങൾ മാത്രമല്ല ഈ സംവിധാനങ്ങൾ ഒരുക്കുക. നമുക്ക് സംസ്ഥാനം എന്ന നിലയ്ക്ക് ഇതിനൊന്നും നിയമനിർമ്മാണം നമുക്ക് നടത്താൻ പറ്റില്ല. ഉള്ള നിയമങ്ങൾ കൃത്യമായിട്ട് ഫലവത്തായിട്ട് നടപ്പിലാക്കാനേ സാധിക്കുള്ളൂ. അപ്പം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക, അവരുടെ റീഹാബിലിറ്റേഷൻ, അവരുടെ റിപ്പാട്രിയേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് അവരെ തിരിച്ചുവിടുക. ഇത്തരത്തിലുള്ളൊരു പോളിസി നിലവിൽ വന്നു. 2012 പോക്സോ ആക്ട് നിലവിൽ വന്നപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി നിർഭയ സെൽ രൂപീകരിച്ചു ഈ പോളിസിക്ക് കീഴിൽ. അങ്ങനെയാണ് 2013 ഈ പോളിസി പ്രകാരമുള്ള സെല്ല് രൂപീകരിച്ചു. വനിതാ ശിശു വികസനം, അന്ന് വനിതാ ശിശു വികസന വകുപ്പല്ല, സാമൂഹ്യ നീതി വകുപ്പായിരുന്നു. 2017 വകുപ്പ് വിഭജിച്ച് സാമൂഹ്യ നീതിയും അതേപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പും വന്നത്. ഇപ്പം ഇത് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ്. അങ്ങനെ നമ്മൾക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു നിർഭയ സെല്ലിന്റെ കീഴിൽ വരുന്നത് പോക്സോ ആക്ട് പ്രകാരമുള്ള അതിജീവിതകൾക്ക്, ചൈൽഡ് സെക്ഷൽ അബ്യൂസ് അതിജീവിതകൾക്ക് അവർക്ക് സംരക്ഷണം ആവശ്യമാണെങ്കിൽ അവർക്ക് സ്ഥാപന സംരക്ഷണം നൽകുക. ഇനി സ്ഥാപനേതര സംരക്ഷണമാണെങ്കിൽ അവർക്ക് കാവൽ പ്ലസ് എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് പ്രകാരം കുട്ടികളെ സമൂഹത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് അവരുടെ പുനരധിവാസം ഉറപ്പാക്കുക. അതിൽ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നത്. കുടുംബത്തിന് എന്തെങ്കിലും കൈത്താങ്ങ് വേണമെങ്കിൽ അത് കൊടുക്കുന്നു. കൂടാതെ ആശ്വാസനിധി എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പൻസേഷൻ സ്കീമുണ്ട്. അത് ജെൻഡർ ബേസ്ഡ് വയലൻസിനും അതേപോലെ തന്നെ ചൈൽഡ് സെക്ഷൽ അബ്യൂസിനുമുള്ള സർവൈവേഴ്സിന് ബേൺ അറ്റാക്സ്, ആസിഡ് അറ്റാക്ക്, ഇതിനൊക്കെ കൊടുക്കുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസിന് കൊടുക്കുന്ന ആശ്വാസനിധി എന്ന് പറഞ്ഞിട്ട് 3 കോടി രൂപ വരെയാണ് സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. 2 ലക്ഷം, മാക്സിമം 2 ലക്ഷം രൂപ വരെയാണ് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അതിൽ കിട്ടാവുന്ന ധനസഹായം. അത് നമ്മുടെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അല്ല, ആ സ്കീമിൽ ഉൾപ്പെട്ടതല്ല, വേറെ തന്നെയാണ്. അത് കേരള സംസ്ഥാനത്തിൻ്റെ മാത്രമായിട്ടുള്ള പദ്ധതിയാണ് ആശ്വാസനിധി എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൽ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് ഉണ്ട് 14 ജില്ലകളിലും. സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിലോ സ്വകാര്യ ഇടങ്ങളിലോ ഒക്കെ വെച്ച് അതിക്രമങ്ങൾ നടത്തുക, അതിന് അഭിമുഖീകരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് നിയമസഹായം വേണം, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഈ സ്ഥാപനങ്ങളിലൂടെ വെച്ചാൽ വൺ സ്റ്റോപ്പ് സെൻറ്ററിലൂടെ നമ്മൾ കൃത്യമായിട്ട് നിയമസഹായം കൊടുക്കും. അതേപോലെ തന്നെ സൗജന്യമാണ് നിയമസഹായം, വൈദ്യസഹായം സൗജന്യമാണ്, പോലീസ് സേവനം അവിടെ നിന്ന് തന്നെ ലഭിക്കും. ഒരുവിധം വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 14 ജില്ലയിലും വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സിൽ നമുക്ക് പോലീസ്, അവിടെ വനിതാ പോലീസ് ഓഫീസേഴ്സ് തന്നെ അല്ലെങ്കിൽ വിമൺ പോലീസ് ഓഫീസേഴ്സ് അവിടെ പ്രസൻ്റ് ആയിരിക്കും. കൂടാതെ അവർക്ക് കൗൺസിലിംഗ് സേവനം അവിടുന്ന് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. പിന്നെ സൗജന്യമായിട്ടുള്ള അഭയം, ചില താമസം അവർക്ക് മാക്സിമം 25 ദിവസം വരെ അവിടെ കിട്ടും. അവിടെ കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞ് വേറെ സ്ഥാപനങ്ങളിലേക്ക്, അത് എത്രയും പെട്ടെന്ന് അവരെ സമൂഹത്തിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് വേണ്ടത്.
ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ മറ്റ് സംവിധാനങ്ങളിലേക്ക് അവരെങ്ങനെ അപ്രോച്ച് ചെയ്യുക ഇതിലേക്ക്? അതിനാണ് നമുക്ക് കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളമായിട്ട് 181 എന്ന ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, വിമൻ ഹെൽപ്പ് ലൈൻ 181. ഇപ്പൊ പോലീസിൻ്റെതാണെങ്കിൽ നമുക്കറിയാം 112 ആണ് പോലീസിൻ്റെത്, കുട്ടികളുടേതാണെങ്കിൽ 10 9 8 ആണ്, അതേപോലെ സ്ത്രീകൾക്ക് 181 ആണ്. 181 എന്ന വിമന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഏത് സ്ത്രീയും ഏത് സമയത്ത് വിളിച്ചാലും 24/7 പ്രവർത്തിക്കുന്നതാണ് ഈ ടോൾ ഫ്രീ നമ്പർ. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അടിയന്തര സഹായം, ഇപ്പം എനിക്ക് വലിയൊരു പ്രശ്നമാണ്, എനിക്ക് ഇപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള കോളാണെങ്കിൽ അത് ഉടനെ തന്നെ 181 നിന്ന് 112ലേക്ക് കണക്റ്റ് ആവും. ഉടനെ ആ സ്ത്രീയുടെ മൊബൈലിലെ ലൊക്കേഷനും ഇതുമെല്ലാം ഓണാകും, പോലീസ് ട്രാക്ക് ചെയ്യാൻ പറ്റും, പോലീസ് എത്തും, അവരെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യും. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഇനി അഭയമാണ് വേണ്ടതെങ്കിൽ അവരെ എത്തുന്നത് വൺ സ്റ്റോപ്പ് സെന്ററിൽ. ഇനി വിളിക്കുന്നതിൽ എനിക്കൊരു കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഗാർഹിക അതിക്രമമുണ്ട്, ഇപ്പം പ്രശ്നമില്ല, ഇന്ന് ഞാൻ ഇവിടെ സുരക്ഷിതയാണ്, എനിക്ക് നാളെ ഇവിടെ നിന്ന് നിയമസഹായം വേണം, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയുടെ കോൾ ഉടനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് അതാത് ജില്ലയിൽ 181 സംസ്ഥാനത്ത് ട്രിവാൻഡ്രത്ത് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അവിടെ ഈ 1098 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അവിടെ നിന്ന് അപ്പം തന്നെ കോള് അതാത് ജില്ലയിലേക്കുള്ള OSCകളിലേക്ക് കണക്റ്റഡ് ആകും. അവർക്ക് നാളെ സേവനങ്ങൾ എത്തുകയും ചെയ്യും. ഇപ്പം നാളെ എന്ന് പറഞ്ഞാൽ രാത്രി വിളിക്കുകയാണെങ്കിൽ നാളെ, പകലാണ് വിളിക്കുന്നതെങ്കിൽ അന്ന് തന്നെ അവർക്ക് സേവനങ്ങൾ എത്തുകയും ചെയ്യും. അപ്പം ഇതേപോലെ തന്നെ 1098 അല്ലെങ്കിൽ 1098 പ്രവർത്തിക്കുന്ന അതേപോലെ തന്നെയാണ് 181 എന്നുള്ള ടോൾ ഫ്രീ നമ്പറും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് സാമൂഹ്യ നീതി ദിനമാണല്ലോ, അപ്പോൾ മാഡത്തിന് സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? സന്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളൊരു വലിയൊരു സ്വപ്നമാണ് നമ്മുടേത്. അത് യാഥാർത്ഥ്യമാകാൻ ഒരുപാട് കാലമെടുക്കും. അതിനുവേണ്ടി ഓരോരുത്തരും പ്രയത്നിക്കുക. ഏതൊരാളെയും എനിക്ക് സഹായിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും അത് ഏറ്റവും നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുക. കൂടാതെ മാനസികാരോഗ്യം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത്, മാനസികാരോഗ്യം. മാനസികാരോഗ്യത്തിന് നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കണം. ഏതൊരാളും എനിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട കൈത്താങ്ങായിട്ട് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. കൂടാതെ കൗൺസിലിംഗ് അറിയാത്ത ഒരാൾ ഒരു കാരണവശാലും ഒരാൾക്കും കൗൺസിലിംഗ് നൽകരുത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കുറേ നന്നായി സംസാരിക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്യും, ശരിയാവില്ല. കൗൺസിലിംഗ് ഏതൊരു ഡോക്ടറെ പോലെ തന്നെ, എപ്പോഴും എല്ലാവരും പറയുന്നത് പോലെ മലയാളികൾ എല്ലാവരും MBBS എടുത്തവരാണ്, സ്വന്തം ചികിത്സിക്കും. അതേപോലെ തന്നെ എല്ലാ മലയാളികളും സൈക്കോളജിസ്റ്റുകളായിട്ട് മാറരുത്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഇതാണ്. അവിടേക്ക് എത്രയും പെട്ടെന്ന് അവരെ എത്തിക്കുക. മാനസികാരോഗ്യം ആണ് ഏറ്റവും സർവ്വധനാൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ മാത്രമേ എല്ലാവരുടെ മനസ്സുകളിലും ചിരി ഉണ്ടാവുകയുള്ളൂ. മുഖത്തുണ്ടാകുന്ന ചിരിയല്ല മനസ്സിലെ ചിരി. ആ മനസ്സിലെ ചിരി എല്ലാവർക്കും നിലനിർത്താൻ സാധിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. മാഡം, ഈ ഹാർട്ടിറ്റ്യൂഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ നിർധനരായ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളൊരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അവർക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഞങ്ങൾ മൈൻഡ്സ് ആൻഡ് മെഷീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭത്തിൽ കൂടെ അവർ ടെക്നോളജി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ച ആളാണല്ലോ, അപ്പോൾ അവരുടെ ഈ എന്തെങ്കിലും സഹായിക്കാൻ ഞങ്ങളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട്, ഈ ഓർഗനൈസേഷനെ കൊണ്ട് പറ്റുമോ? എനിക്ക് തോന്നുന്നത് ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് അവബോധം കൊടുക്കാൻ ശ്രമിക്കാൻ സാധിക്കണം എന്ന് തോന്നുന്നു. അതിന് നമ്മളിപ്പം എപ്പോഴും സ്കൂളുകളിലുമൊക്കെയാണ് പോകുന്നത്, പക്ഷെ എപ്പോഴും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റും ശിശു സംരക്ഷണ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ എത്തുന്ന കുട്ടികൾ പലപ്പോഴും അവർക്ക് എഡ്യൂക്കേഷൻ, ചിലപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നേരാവണ്ണം അവർക്കൊരു ഗൈഡിങ് ലൈറ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. സ്കൂളുകളിലും അറിയാമല്ലോ, എപ്പോഴും ഫ്രണ്ട് ബെഞ്ചേഴ്സിനാണ് ഉള്ളത്, എപ്പോഴും ആരും ബാക്ക് ബെഞ്ചേഴ്സിന്. അപ്പം ഈ കുട്ടികളെന്നും അപ്പോൾ ഈ വികൃതി കാണിക്കുന്ന കുട്ടികൾക്ക്, അപ്പം അവരൊക്കെ ചിലപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികളുണ്ടാകാം. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികൾക്ക് എന്താണ് ടെക്നോളജി, ഈ ടെക്നോളജി എങ്ങനെ കൃത്യമായിട്ട് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ടെക്നോളജി അത് നമ്മളുടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആകട്ടെ, ഇപ്പം നിർഭയ ആകട്ടെ, നമുക്കൊക്കെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ശരിക്കും അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം പറയാം, എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ആദ്യം ഒരു മൊബൈൽ വാങ്ങും. ഈ മൊബൈൽ എന്നുള്ളത് എന്തിനാണ്? ഇൻസ്റ്റാഗ്രാം നോക്കാൻ. അതിനപ്പുറത്തേക്ക് അവർക്ക് ടെക്നോളജി അറിയത്തില്ല. ഈ ടെക്നോളജി എന്നുള്ളതൊരു വാസ്റ്റ് കാര്യമാണ്.
അപ്പം ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ സമപ്രായക്കാരായ അതെ ആളുകളെ ചെന്ന് നിന്ന് പറയുമ്പം അവർക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടാകും, കുറച്ചും കൂടി നല്ല രീതിയിൽ ആ അവബോധം അവർക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതും. അതേപോലെ ഈ ഒരു എൻ ജി ഒ അല്ല, അവർ ആക്ച്വലി ഒരു നോൺ പ്രോഫിറ്റബിൾ കോർപ്പറേറ്റ് എന്നുള്ള രീതിയിലാണ് ചിലവർ ചെയ്യുന്നത്. ഇസ് ടെക്നോളജി ഓറിയൻറ്റഡ് ആണ്. അപ്പം ആ ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ എല്ലാ കുട്ടികളിലേക്കും, സോഷ്യൽ ജസ്റ്റിസ് ആണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, എല്ലാ കുട്ടികളിലും തീരെ പാവപ്പെട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി അല്ല, എഡ്യൂക്കേഷണലി തന്നെ വളരെ താഴെത്തട്ടിലിരിക്കുന്നവർ തൊട്ട് എല്ലാവരും ഇത് അറിയട്ടെ. അതുകൊണ്ട് അവരിലേക്കും കൂടി എത്താൻ ഉള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്നാണ്. തീർച്ചയായിട്ടും മാഡം. ഇത്രയും നേരം വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു മാഡം. താങ്ക് യു.